അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മക്കയുടെ ചരിത്രകഥ. സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട ആദം നബിയെയും ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കപ്പെട്ടു. ഹവ്വാ ബീവിയെ മക്കയുടെ ഭാഗത്തേക്കും ആദം നബിയെ കിഴക്കൻ ഭാഗത്തേക്കുമാണ് അയക്കപ്പെട്ടത്. ഒരുപാട് കാലം അവർ പരസ്പരം അന്വേഷിച്ചു നടന്നു. അവസാനം ആദം നബി അലൈഹിസ്സലാം അറേബ്യൻ ഉപദ്വീപിലെ മക്ക നഗരത്തിലെത്തി. മക്ക നഗരത്തിനടുത്തുള്ള ഹറഫ പർവ്വതത്തിന് മുകളിൽ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടി. മനുഷ്യർ ആദ്യമായി അള്ളാഹുവിനെ ആരാധിച്ച സ്ഥലവും മക്ക തന്നെയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ലോകത്ത് ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് കഅബ. കഅബയോടുള്ള ബഹുമാനം കാരണം അള്ളാഹു സ്വർഗത്തിലും ഇതുപോലെയുള്ളൊരു ഭവനം നിർമ്മിക്കുകയും അതിൽ ദിവസവും 70,000 മലക്കുകൾ തവാഫ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം തവാഫ് ചെയ്ത മലക്കുകൾ പിന്നീട് തവാഫ് ചെയ്യുന്നില്ല. അങ്ങനെ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കൂടി കഅബയുടെ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ അവിടെ ഒരു കല്ല് സ്ഥാപിക്കാൻ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെക്കുവാൻ പറ്റിയ ഒരു കല്ല് അന്വേഷിക്കുവാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ പറഞ്ഞയച്ചു. പക്ഷേ അവിടെ വെക്കേണ്ട കല്ല് ഭൂമിയിൽ നിന്നുള്ളതല്ല, അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതാണെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും ആ കല്ലുമായി വരികയും അത് ഇബ്രാഹിം നബിയെ ഏൽപ്പിക്കുകയും ഇബ്രാഹിം നബി അത് യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്തു. ആ കല്ല് ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വെളുത്ത നിറമുള്ളതായിരുന്നു. പക്ഷേ അത് ഭൂമിയിലെത്തി ജനങ്ങളുടെ പാപങ്ങൾ കാരണം അത് പിന്നീട് കറുത്തുപോയി. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്തോറും മക്ക നഗരം വികസിച്ചു കൊണ്ടിരുന്നു. അവിടുത്തെ ജനങ്ങൾ അപ്പോഴും അള്ളാഹുവിൽ മാത്രം ആരാധിച്ചു ജീവിതം മുന്നേറി. എന്നാൽ മക്കയുടെ അയൽ രാജ്യങ്ങളായ ഈജിപ്ത്, മെസൊപ്പൊട്ടേമിയ, നിവാന്ത് എന്നിവിടങ്ങളിലായി ഉള്ള ജനങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. എന്നാൽ അംർ ഇബ്നുൽ ലുഹൈൽ എന്നയാൾ മറ്റു രാജ്യങ്ങളിൽ പോയി കച്ചവടം ചെയ്ത് തുടങ്ങിയതോടെ മക്കയുടെ രീതി മാറിത്തുടങ്ങി. അദ്ദേഹത്തിന്റെ കച്ചവടം വടക്കുഭാഗത്തേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം ആധുനിക ശില്പങ്ങളെയും ശില്പസാഹിത്യവും ബിംബങ്ങളെ ആരാധിക്കുന്നതും അദ്ദേഹം കണ്ടു. ഇതൊക്കെ കണ്ടു അതിൽ ആകൃഷ്ടനായ അദ്ദേഹം ഒരു ബിംബത്തെ മക്കയിലേക്ക് കൊണ്ടുപോവാൻ അവരോട് സമ്മതം ചോദിച്ചു. അങ്ങനെ അവരുടെ സമ്മതപ്രകാരം തന്റെ കച്ചവടച്ചരക്കിന്റെ കൂടെ ഒരു ബിംബത്തെയും കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം മക്ക നഗരത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ കൊണ്ടുവന്ന ആ ബിംബത്തിനെ കഅബയുടെ മുൻപിൽ വെച്ച് ആളുകളോട് പറഞ്ഞു, ഇതാണ് നമ്മുടെ ദൈവം, ഇനി മുതൽ നിങ്ങളെല്ലാവരും ഇതിനെ ആരാധിക്കുക. അങ്ങനെ ധാരാളം ആളുകൾ ആ ആശയം അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ കാലക്രമേണ മക്കയിൽ ബിംബങ്ങൾ എത്തുകയും ചെയ്തു. അങ്ങനെ 6-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും 360-ൽ പരം വിവിധ തരത്തിലുള്ള ബിംബങ്ങൾ കഅബയിൽ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ വർഷങ്ങൾ പോകുന്തോറും ലോകത്ത് ബിംബാരാധനകൾ വർദ്ധിച്ചു വരുന്നത് കണ്ട് ഏകദൈവ വിശ്വാസികൾ വരാനിരിക്കുന്ന പ്രവാചകനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും ഉന്നത പണ്ഡിതന്മാരുടെയും അടിസ്ഥാനത്തിൽ അറേബ്യയിൽ തന്നെയാണ് പുതിയ പ്രവാചകനെ നിയോഗിക്കപ്പെടുക എന്ന് അവർ മനസ്സിലാക്കി. ആ സമയത്ത് റോമൻ, പേർഷ്യ രാജ്യങ്ങളിലെ ഭരണകൂടം പുതിയ ആശയക്കാരെയും വിശ്വാസങ്ങളെയും അടിച്ചമർത്തുന്നവരായിരുന്നു. ആ സമയം അറേബ്യൻ സാമ്രാജ്യം ബിംബാരാധനകളിൽ മുഴുകിപ്പോയിരുന്നു എങ്കിലും അവർക്ക് ഒരു പ്രത്യേക ഭരണകൂടം ഇല്ലാത്തതിനാൽ അവർ ഗോത്ര നിയമം പിന്തുടരുന്നവരായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്തോറും പുതിയ പ്രവാചകൻ മക്കയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ ധാരാളം ആളുകൾ മക്കയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ മനുഷ്യൻ ആദ്യമായി അള്ളാഹുവിനെ ആരാധിച്ച മണ്ണിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകദൈവ ആരാധനക്കായി കഅബ നിർമ്മിച്ച മണ്ണിൽ, ആ മണ്ണിലേക്കായിരുന്നു അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിക്കാൻ തീരുമാനിച്ചത്. ഇതാണ് മക്ക ചരിത്രത്തിന്റെ ചുരുക്കം.